കേരളത്തിൽ SIR നടപടികൾ പുരോഗമിക്കവേ കരട് പട്ടികയിൽ നിന്നും പുറത്തായവരും നേരത്തെ പേരില്ലാത്തവരുമായ പ്രവാസികൾക്ക് പേര് ചേർക്കുന്നതിനായി ഇപ്പോൾ അപേക്ഷിക്കാം. ജനുവരി 22 മുൻപായി അപേക്ഷ, പരാതി എന്നിവ നൽകണം. ഈ അപേക്ഷകളിലെ നടപടികൾ കൂടി പൂർത്തീകരിച്ചാണ് ഫെബ്രുവരി 21 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. പ്രവാസികൾ ഫോം 6A ആണ് പൂരിപ്പിച്ചു നൽകേണ്ടത്. അതത് സ്ഥലങ്ങളിലെ BLOമാരിൽ നിന്നും ഫോമുകൾ വാങ്ങാം. ഓൺലൈൻ വഴിയും അപേക്ഷിക്കാം. പാസ്പോർട്ട് നമ്പർ, വിസ വിശദാംശങ്ങൾ എന്നിവ ഫോമിൽ ഉൾപ്പെടുത്തണം. അപേക്ഷകളിൽ അതത് ബൂത്ത് ചുമതലയുള്ള BLOമാർ വഴിയാകും അംഗീകാരം നൽകുക. പ്രവാസി വോട്ടറായി പട്ടികയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വേളയിൽ നാട്ടിലുണ്ടെങ്കിൽ അതത് ഇടങ്ങളിൽ വോട്ട് ചെയ്യാം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ് എന്നിവ വഴിയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ കൈവശമുള്ള അച്ചടിച്ച കോപ്പി വഴിയും കരട് പട്ടിക പരിശോധിച്ച് വോട്ട് ഉറപ്പുവരുത്താം. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റുകളിൽ പലതും വിദേശ രാജ്യങ്ങളിൽ തുറക്കാൻ കഴിയാത്തത് പ്രവാസികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്.